ലക്ഷപ്രഭുവായി മാറുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ദിവാസ്വപ്നമെങ്കിലും. എന്നാൽ കേട്ടോളൂ, ഒരു ഓസ്ട്രേലിയൻ ബഹുരാഷ്ട്ര കമ്പനി തങ്ങളുടെ ജീവനക്കാരെ ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷപ്രഭുക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. മറ്റാരുമല്ല, ലോക പ്രശസ്ത ഗ്രാഫിക് ഡിസൈനർ സോഫ്റ്റ്വെയർ കമ്പനിയായ ക്യാൻവയാണ് തങ്ങളുടെ ജീവനക്കാരെ വമ്പൻ പ്രഖ്യാപനം കൊണ്ട് ഞെട്ടിച്ചിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സംസാരിക്കുന്നത്. സ്വാഗതം. കമ്പനിയുടെ ഏറ്റവും പുതിയ ഓഹരി വിൽപ്പന ടെൻഡറിലൂടെയാണ് ജീവനക്കാർക്ക് നേരത്തെ കമ്പനി നൽകിയ ഓഹരികൾ വിൽക്കാൻ അവസരം തുറന്നു നൽകിയിരിക്കുന്നത്. $30 ലക്ഷം വരെ വിലയിൽ ഓഹരി വിൽക്കാനാണ് കമ്പനി അവസരം തുറന്നിട്ടിരിക്കുന്നത്. $42 ബില്യൺ ഓഹരി മൂല്യത്തോടെ ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പുകളിലൊന്നായി ക്യാൻവ മാറിയതിനു പിന്നാലെയാണ് കമ്പനി സുപ്രധാനമായ ഒരു ചുവടുവെപ്പിനെ കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ചെറിയൊരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ലോകത്തെ മുൻനിര ഡിസൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി മാറിയതിന്റെ കഥയാണ് ക്യാൻവ. 2013 ഓസ്ട്രേലിയൻ ദമ്പതികളായ മെലനി പെർക്കിൻസും ക്ലിഫ് ഒബ്രക്റ്റും ടെക് വിദഗ്ധരായ കാമറോൺ ആഡംസും ചേർന്ന് ക്യാൻവയ്ക്ക് ജന്മം നൽകുന്നത്. ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക് അനായാസം ഉപയോഗിക്കാൻ കഴിയുന്ന ഡിസൈൻ ടൂളുകളുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിരുന്നു അവർ വിഭാവനം ചെയ്തത്. ക്യാൻവ തുടക്കം കുറിച്ച് തരംഗമായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ടെൽസ്ട്ര, വുഡ്സൈഡ്, റിയോ ടിൻഡോ തുടങ്ങിയ ഓസീസ് ഭീമന്മാരെ എല്ലാം മറികടന്ന് ടെക് പവർ ഹൗസായി വളർന്നിരിക്കുകയാണ് ക്യാൻവ. ഡിസൈൻ രംഗത്തെ അതികായരായ അഡോബ് ഫോട്ടോഷോപ്പിനെയും വെല്ലും തരത്തിലേക്ക് സർവ്വസങ്കേതങ്ങളുമായി കുതിപ്പ് തുടരുകയാണ് കമ്പനി. നിലവിൽ 270 മില്യൺ ആക്റ്റീവ് പ്രതിമാസ യൂസർമാർ തങ്ങൾക്കുണ്ട് എന്നാണ് ക്യാൻവ അവകാശപ്പെടുന്നത്. അതിൽ 2.7 കോടി പേരും പെയ്ഡ് യൂസർമാരാണ് എന്നതുകൂടി ഓർക്കണം. $330 ബില്യൺ വാർഷിക വരുമാനവുമായി പുതിയ AI സങ്കേതങ്ങൾ കൂടി സംയോജിപ്പിച്ചുള്ള പുതിയ തന്ത്രങ്ങളിലൂടെ മുന്നേറുകയാണ് കമ്പനി. AI സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ച് ഡിസൈൻ പ്രക്രിയയെ കൂടുതൽ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കാൻ ക്യാൻവയ്ക്കായിട്ടുണ്ട്. അതിവേഗത്തിൽ ലോകത്തെ ഏറ്റവും ജനപ്രിയ ഡിസൈൻ പ്ലാറ്റ്ഫോമായി കമ്പനി മാറിയതിൽ ഈ AI അധിഷ്ഠിത ഫീച്ചറുകൾക്കും വലിയൊരു പങ്കുണ്ട്. ക്യാൻവയുടെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നതിൽ അത് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം $42 ബില്യൺ ആണ് കമ്പനിയുടെ ഓഹരി മൂല്യം. വാർഷിക വിറ്റുവരവാണെങ്കിൽ $3.3 ബില്യൺ. സ്ഥാപക ഉടമകളായ മെലനി പെർക്കിൻസിനും ക്ലിഫ് ഒബ്രക്സിനും സംയുക്ത ആസ്തി $20 ബില്യൺ അടുത്തു വരും. ഓസ്ട്രേലിയയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 10ലും ഈ യുവദമ്പതികൾ ഇടം പിടിച്ചു കഴിഞ്ഞു. എന്നാൽ തങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം ജീവനക്കാരുടെ ജീവിതത്തിലും അതിന്റെ മാറ്റം ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടാണ് കമ്പനിയെ മറ്റു പല സംരംഭങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. കമ്പനിയുടെ അതിവേഗത്തിലുള്ള വളർച്ചയിലും അത് സുപ്രധാന ഘടകമായിട്ടുണ്ട്. തങ്ങളുടെ ജീവനക്കാരെ സാമ്പത്തികമായി ശാക്തീകരിക്കൽ കൂടി കമ്പനി പ്രഖ്യാപിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്നുണ്ട്. ഈ തൊഴിലാളി സൗഹൃദ നയം ക്യാൻവയുടെ കുതിപ്പിൽ നിർണായകമായി. ക്യാൻവയിൽ പുതുതായി ജോയിൻ ചെയ്യുന്ന ടെക് വിദഗ്ധർക്ക് കമ്പനി ഓഹരികൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. അതിലേറെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ജീവനക്കാർക്ക് ശമ്പള വർധനയ്ക്കൊപ്പം ഇൻസെന്റീവായി ഓഹരിയും നൽകുന്നുണ്ട്. ഇപ്പോഴിതാ പബ്ലിക് ഓഫറിംഗിന് മുൻപ് തന്നെ തങ്ങളുടെ ഓഹരികൾ വിൽക്കാനുള്ള അവസരം തൊഴിലാളികൾക്കും നിക്ഷേപകർക്കും മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ് ക്യാൻവ ഉടമകൾ. ഇമെയിൽ വഴിയാണ് ജീവനക്കാരെ ഒബ്രക്സ് സന്തോഷ വാർത്ത അറിയിച്ചത്. നിലവിലെ സ്റ്റാഫിനും മുൻകാല ജീവനക്കാർക്കും തങ്ങളുടെ $3 മില്യൺ വരെ ഓഹരികൾ വിൽക്കാനാണ് അനുവാദം നൽകിയിരിക്കുന്നത്. ഒരു ഓഹരിക്ക് $1646 എന്ന നിരക്കാണ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ വളർച്ചയിലും ലാഭത്തിലും വലിയ വിശ്വാസമുള്ള നിക്ഷേപകരുടെ എണ്ണം കുതിച്ചുയരുകയാണ് എന്നാണ് അടുത്തിടെ നടന്ന നിക്ഷേപക സമാഹരണം തെളിയിക്കുന്നത് എന്നാണ് ക്യാൻവ മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത്. AI അധിഷ്ഠിത ഡിസൈൻ ടൂളുകളുടെ വിപുലീകരണമാണ് ക്യാൻവയുടെ ഭാവി ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക് ഡിസൈനിങ് കൂടുതൽ ലളിതമാക്കാനും കമ്പനിയുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും ക്യാൻവ പദ്ധതിയിടുന്നുണ്ട്. 2026 IPOയോടെ ക്യാൻവ ലോകത്തെ തന്നെ മുൻനിര ടെക് കമ്പനികളിൽ ഒന്നായി വളരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്.